നാഷണലായിട്ട് നമുക്ക് വലിയ അംഗീകാരമായിരുന്നു. എല്ലാ കാലത്തും കേരളമായിരുന്നു നമ്പർ 1. പക്ഷേ അവിടെ നിന്നും നമ്മൾ റേറ്റ് താഴോട്ട് വന്നു. സാർ, മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഒറ്റ കാര്യം കൂടിയുള്ളൂ സാർ, കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തിൽ ബാധിക്കുന്ന 3500 കോടി രൂപ ചെലവ് വരുന്ന വിവിധ സ്റ്റേഡിയങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് സാർ. ഷൂട്ടിംഗ് റേഞ്ച് അടക്കം നമ്മുടെ കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേഡിയങ്ങൾ സാർ, അതിൻ്റെ ലോജിസ്റ്റിക് അനുസരിച്ച് അതിൻ്റെ നോക്കുന്നതിന് വേണ്ടി പരിപാലനമില്ലാത്തത് കൊണ്ട് അത് താഴോട്ട് പോകുന്നു എന്നൊരു വിമർശനം പൊതുവേദിയിലുണ്ട് സാർ. ഈ 3 കാര്യങ്ങൾക്ക് അങ്ങ് ദയവായി മറുപടി പറയണമെന്ന് സർ. കേരളത്തിലെ ഇത്തവണ മറ്റ് ധാരാളം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ സീനിയർ അംഗമായി അങ്ങ് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ദേശീയ കായിക മേളയിൽ നമ്മൾ പിന്നോട്ട് പോകാനുള്ള ഒരു പ്രധാന കാരണം ഇത്തവണ ഇപ്പോൾ ഒരു പ്രാസംഗികൻ ഇവിടെ പറയുമ്പോൾ PT ഉഷയെ വളരെ നന്നായൊക്കെ പറയുന്നുണ്ട് സർ. അവർ തന്നെയാണ് ഇത്തവണ ദേശീയ ഗെയിംസിൽ നമ്മൾ പിന്നോട്ട് പോകാനുള്ള പ്രധാന കാരണമായിട്ടുള്ളത് സർ. കളരി ഇനത്തിൽ 19 സ്വർണ്ണ മെഡൽ കഴിഞ്ഞ തവണ നമുക്ക് ലഭ്യമായതാണ് സർ. കളരിയെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാൻ അവർ ശുപാർശ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് നമ്മൾ നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം തന്ന മറുപടി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒളിമ്പിക് അസോസിയേഷൻ ഈ മത്സരത്തെ മാറ്റി നിർത്തിയെന്ന് രേഖാമൂലം ആ മന്ത്രി നമുക്ക് മറുപടി തന്നു സർ. അതോടൊപ്പം തന്നെ കേരള ഒളിമ്പിക് അസോസിയേഷൻ വോളിബോൾ അടക്കമുള്ള 2 ഗെയിമിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നൽകിയ ടീമിനെ മാറ്റിക്കൊണ്ട് 2 പുതിയ ആളുകളായി ചേർക്കുകയും 2 സ്വർണ്ണങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ 21 സ്വർണ്ണ മെഡലുകൾ ഇതിൽ നമുക്ക് നഷ്ടപ്പെട്ടു സർ. അതുകൊണ്ട് നമ്മൾ ഈ ദേശീയ ഗെയിംസിൽ പിന്നോട്ട് വന്നു എന്നുള്ള വസ്തുതയാണ്. ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ അത് തിരുത്തുന്ന നടപടിയിലേക്ക് നമ്മൾ പോകുന്നു സർ. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയ ഗെയിംസുമായി ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ സ്റ്റേഡിയങ്ങൾ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച്, കുമാരപുരം ടെന്നീസ് അക്കാദമി, ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയം, കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം എന്നിവ ആണ് അങ്ങ് ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ കളിക്കളങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല നിലവാരത്തിൽ ഇന്ന് മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മുണ്ടയാട് സ്റ്റേഡിയത്തിൽ പുതിയ ഹോസ്റ്റലുകൾ നമ്മൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ പുതിയ ഹോസ്റ്റലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അത് ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയാണ് നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ കുമാരപുരം ടെന്നീസ് അക്കാദമി ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ടെന്നീസ് അക്കാദമിയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നല്ല കരുതൽ കായിക വകുപ്പ് എടുക്കുന്നുണ്ട് എന്ന് അങ്ങേ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, വയനാട് ജില്ലയിലെ അടക്കമുള്ള 10 ജില്ലാ സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോകുന്നു സർ. ഇത് കിറ്റ്കോ എന്നുള്ളൊരു ഏജൻസിയെ ഏൽപ്പിച്ചതുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ മാറ്റി അതെല്ലാം തന്നെ നിർമ്മാണ ഘട്ടം പൂർത്തീകരിക്കാൻ പോകുന്നു സർ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സർ. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു IM വിജയന്റെ പേരിലുള്ള ലലൂർ സ്റ്റേഡിയം നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. 96% വർക്ക് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിറ്റ്കോ ഞാൻ പറഞ്ഞു അവരുമായി ബന്ധപ്പെട്ട ചില താമസം അവരുടെ പ്രവർത്തനങ്ങളുണ്ടായി ആ ഏജൻസി, അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാൻ താമസിച്ച് അടുത്ത മാസത്തോടു കൂടി അത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. പറയാം അതെല്ലാം പറയണ്ട, ഓരോന്നിനും ഉത്തരം പറയണ്ട സർ. ഇപ്പോ ഈ സർക്കാർ വന്ന ശേഷം ഏകദേശം 354 സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയായിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ 120 സ്റ്റേഡിയം കളിക്കളങ്ങൾ അടക്കമുള്ളവയുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്.